ഈ പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഏറ്റവും ഭംഗിയോടുകൂടി ഈ രാജകുമാരൻ്റെ വേഷത്തിൽ അങ്ങയെ കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് തരണേ എന്നുള്ള പന്തളത്ത് രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്നും മകരവിളക്ക് ദിവസം മാത്രം ഭഗവാൻ ഈ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പന്തളത്തെ ആ രാജകുമാരനായി വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ദർശനം നൽകി ആ ശ്രീകോവിലിനുള്ളിൽ വിരാജിക്കുന്നത്. ആ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണ് ആ ഒരു ഐതിഹ്യത്തിലൂടെ ഇന്നും എല്ലാ മകരവിളക്ക് ദിവസവും ദൃഢപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ തിരുവാഭരണം സൂക്ഷിച്ചിട്ടുള്ളത് പന്തളം രാജകൊട്ടാരത്തിലാണ്. അവിടെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു ശാസ്താക്ഷേത്രവും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഭഗവാന്റെ തിരുവാഭരണം ദർശിക്കാനുള്ള അവസരം മണ്ഡല മകരവിളക്ക് കാലത്ത് എത്തുന്ന ഓരോ തീർത്ഥാടകനും ഓരോ അയ്യപ്പ ഭക്തനും സാധിക്കുന്നത്.